ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ രാമനവമി ആഘോഷത്തിനിടെ മസ്ജിദിന് നേരെ ആക്രമണം. സെയ്ദ് സലാർ ഗാസി ദർഗയിലാണ് സംഘപരിവാര പ്രവർത്തകർ കൊലവിളിയുമായി എത്തിയത്. ദർഗയിൽ അതിക്രമിച്ചു കയറിയ ഹിന്ദുത്വർ കാവിക്കൊടികൾ ഉയർത്തി. മഹാരാജ സുഹൈൽ ദേവ് സമ്മാൻ സുരക്ഷാ മഞ്ച് എന്ന സംഘടനയുടെ പ്രവർത്തകരാണ് അതിക്രമം നടത്തിയത്. ജയ് ശ്രീരാം വിളികളുടെയും സംഗീതത്തിന്റെയും അകമ്പടിയോടെയായിരുന്നു ആക്രമം. ഇതിന്റെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. മക്ബറ പൊളിച്ച് ക്ഷേത്രം നിർമ്മിക്കുമെന്നും അവർ പ്രഖ്യാപിച്ചു. സയ്യിദ് സലാർ മസൂദ് ഖാസി അനുസ്മരണം നടത്തരുതെന്ന് സംബലിലെ ജില്ലാ ഭരണകൂടം നേരത്തെ ഉത്തരവിട്ടിരുന്നു. ഗസ്നവി സാമ്രാജ്യത്തിലെ സുൽത്താനായിരുന്ന മഹ്മൂദ് ഗസ്നിയുടെ അനന്തരവനും പണ്ഡിത പോരാളിയുമായിരുന്നു സയ്യിദ് സലാർ മസൂദ് ഖാസി. മതപരമായ അറിവിന് പുറമെ മികച്ച സൈനികനും യുദ്ധതന്ത്രജ്ഞനുമായതിനാലാണ് പണ്ഡിത പോരാളിയെന്ന് അറിയപ്പെട്ടത്. 16-ാം വയസ്സിൽ ഡൽഹി കീഴടക്കിയ മസൂദ് ഖാസി പിന്നീട് മീററ്റിലെ ജന്മി രാജാക്കന്മാരെ പരാജയപ്പെടുത്തുകയും ചെയ്തിരുന്നു. AD 1014 ജനിച്ച മസൂദ് ഖാസി 30-ാം വയസ്സിൽ ഒരു യുദ്ധത്തിലാണ് കൊല്ലപ്പെട്ടത്. ചരിത്ര പ്രാധാന്യമുള്ള സ്മാരകങ്ങൾ തകർക്കുന്നതിന് സംഘപരിവാരം വ്യാപകമായ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. മാർച്ച് 26-ന് മഹാരാഷ്ട്രയിലെ രാഹുരി ജില്ലയിലുള്ള ഹസ്രത്ത് അഹ്മദ് ചിഷ്തി ദർഗയ്ക്കു നേരെയും സമാനമായ ആക്രമണം നടന്നിരുന്നു. ദർഗയുടെ മുകളിൽ സ്ഥാപിച്ച പച്ചക്കൊടി അഴിച്ചുമാറ്റിയ അക്രമികൾ കാവിക്കൊടി നാട്ടുകയും ജയ് ശ്രീരാം മുഴക്കുകയും ചെയ്തു.